നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ തോരൻ വെക്കാവേ. നല്ല നാടൻ ടേസ്റ്റുള്ള എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ തോരനാണ്. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ പിന്നെ ഇതുപോലെ വെക്കുകയുള്ളൂ. എല്ലാം കൊണ്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കേ. ആദ്യം നമ്മൾ സ്റ്റവ് ഓണാക്കണേ. എന്നിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകിടണം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേന് ചെറിയ ഉള്ളിയില്ലേ അത് അരിഞ്ഞത് ഒരു കുറച്ച് 50 ഗ്രാമോളം ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് അതുകൂടെ നമ്മൾ അതിനകത്തോട്ടിടണം. കടുക് മൂത്തതിന് ശേഷം എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോഴത്തേന് അതായത് ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴത്തേന് നമ്മൾ 1 or 2 സവോള, അതിൻ്റെ ചിക്കൻ എന്തുമാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് വേണം. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. അതുകൂടെ അരിഞ്ഞ് നന്നായിട്ട് അതിലേക്ക് അരിഞ്ഞിടണം. സവാള നല്ലതായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അതും ഒന്ന് ഇതുപോലെ ഇട്ടൊന്ന് വഴറ്റണേ. എന്നിട്ട് അതിനകത്തേക്ക് കരിയാപ്പില ആവശ്യത്തിന്, കരിയാപ്പില ഇച്ചിരി കൂടുതലിട്ടു, കുറച്ച് കരിയാപ്പില, ഒരു 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. അതൊന്ന് വഴണ്ടി കഴിയുമ്പോഴത്തേന് നമ്മൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം, കാരണം ഇത് കരിഞ്ഞു പോകരുത്. എത്ര നിങ്ങൾ മിക്സ് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചിക്കന് ഒട്ടും വെള്ളമില്ലാതെ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാം നന്നായിട്ട് അത് പിടിക്കണം. അതിനാണ് കുറച്ച് നേരം ഇളക്കി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ശേഷം നമ്മളൊരു പാത്രം കൊണ്ട് അടച്ച് മൂടി ഒരു 15 മിനിറ്റ് വേകാൻ വെക്കണം. ആവിയിൽ വേകണം, ഒരുപാട് തീയിട്ട് അളിക്കരുത്, തീരെ ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനകത്ത് ഒട്ടും വെള്ളമില്ല, എന്നാലും നമ്മൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി എണ്ണയും വെള്ളവും ഒക്കെ തെളിയും. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ നോക്കണം. നല്ല തുകർന്നിരിക്കണം ചിക്കന്.
15 തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം ചൂട്ടി പിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ചിക്കൻ ഒന്ന് റെഡി ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു കൂട്ട് തയ്യാറാക്കണേ. അതിന് വേണ്ടി നമ്മൾ 1 മുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ നന്നായിട്ട് ചെറുതായിട്ട് ചിരണ്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ആവശ്യത്തിന് എരിവിന് മാത്രം മുളക് പൊടി, അതുപോലെ തന്നെ പച്ചക്കുരുമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പച്ചക്കുരുമുളക് ചതച്ചതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതെല്ലാവരും ഇപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും കൂടി ഒന്ന് പിടിക്കണം. ഈ പച്ചക്കുരുമുളകാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ പറ്റില്ല, നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ഇളക്കി യോജിപ്പിക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലിപ്പൊടി ഞാൻ ഒട്ടും ഉപയോഗിക്കുന്നില്ല, കാരണം അതിട്ട കളറ് മാത്രമേ കിട്ടത്തുള്ളൂ. ഈ നേരെ മറിച്ച് ഈ കുരുമുളക് നമ്മൾ ചതച്ച് അതിനകത്തിടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ വെക്കുമ്പോൾ കുരുമുളക് തന്നെ ഇടണം. ഇനി ഉണക്ക കുരുമുളകേ ഉള്ളൂ എങ്കിൽ അത് പൊടിച്ചിടുക. ഇനി അതും കൂടി ഇട്ട് ഒന്ന് അടച്ച് മൂടി വെച്ച് നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമ്മൾ എന്നെ എടുക്കണമെന്നോ കുറച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് വെക്കണം. ഒട്ടും വെള്ളം കാണരുത്. ഞാൻ ഒരു ശകലം പോലും വെള്ളമില്ലാതെ എടുത്ത് അതുകൊണ്ട്, എന്നാലും അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് അത് വറ്റണം, ആ വെള്ളം നന്നായിട്ട് പറ്റണം. എന്നിട്ട് നമ്മൾ തേങ്ങായും എല്ലാം ഇട്ട് അതൊന്ന് കൂട്ടി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ച് ഗരം മസാലയും അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗരം മസാല, ഇച്ചിരി പച്ചക്കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കരിവേപ്പില ഇട്ട് വാങ്ങുക. വളരെ ടേസ്റ്റായിട്ടുള്ള നമുക്കൊരു ചിക്കൻ തോരൻ ഉണ്ടാക്കാം. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങളിങ്ങനെ ചിക്കൻ കറി വെക്കുള്ളൂ. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരുപാട് എണ്ണയും ചേർത്ത് ഒരുപാട് ഫ്ലേവറും ഒക്കെ ചേർത്ത് അതിൻ്റെ തന്നെ നമ്മൾ മടുക്കും അത് കൂട്ടാൻ. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വെച്ചേക്കും. ഇതിനകത്ത് എണ്ണയെന്ന് പറയുന്നത് ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കാനിട്ട് എണ്ണയുള്ളൂ, പിന്നെ നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല. പക്ഷേ സാധാരണ വെക്കുന്നതിനേക്കാൾ ഒരുപാട് രുചിയാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ. നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ. ഞാനിതുപോലെ ഒരുപാട് കറികൾ, അതായത് എളുപ്പം ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ട് നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്ന കറികളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കണേ.